ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു സാമ്പിൾ പ്രോഗ്രാം കണ്ടായിരുന്നു. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു സാമ്പിൾ പ്രോഗ്രാമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. ഈ വീഡിയോയിലും ആക്ച്വലി അതിന് സിമിലർ ആയിട്ടുള്ള ഒരു സാമ്പിൾ പ്രോഗ്രാമാണ്. നമ്മളിവിടെ ചെയ്യുന്നത് കുറച്ച് സബ്ജക്ട്സിൻ്റെ മാർക്ക് യൂസർ എൻ്റർ ചെയ്ത് കൊടുക്കും. അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നേരത്തെ ചെയ്തത് സമ്മായിരുന്നു, സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ സമ്മായിരുന്നു. ഇതിൽ അതിൻ്റെ കൂടെ ആവറേജും കൂടെ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ആവറേജിനേക്കാളും കൂടിയ നമ്പേഴ്സ്, കൂടിയ മാർക്സ് ഏതൊക്കെയാണോ അതൊന്ന് ലിസ്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഇന്നിപ്പോൾ എഴുതാൻ പോകുന്നത്. അതായത് ബേസിക്കലി കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത അതേ പ്രോഗ്രാം തന്നെ, അതിൽ 2-3 സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സ്ട്രാ വരുന്നു എന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് റിസൾട്ട് പേജ് ആണ് ഈ കാണിച്ചിരിക്കുന്ന ഔട്ട്പുട്ട് വിൻഡോ. യൂസർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആദ്യം എൻ്റർ ദി നമ്പർ ഓഫ് സബ്ജക്ട്സ് എന്ന് ചോദിക്കും. അപ്പോൾ യൂസർ ഒരു ഇൻറ്റീജർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന അത്രയും വാല്യൂസിൻ്റെ, അതായത് സബ്ജക്ട്സിൻ്റെ എണ്ണമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്, അത്രയും സബ്ജക്ട്സിൻ്റെ മാർക്ക് എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ ഓരോ മാർക്സ് വാല്യൂ, അതെല്ലാം ഇൻറ്റീജർ വാല്യൂ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഇൻറ്റീജർ വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ ചെയ്ത് കൊടുക്കപ്പോഴേക്കും എത്ര സബ്ജക്ട്സിൻ്റെ വാല്യൂസ് ആണോ ചോദിച്ചത് അതിൻ്റെ അത്രയും വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കപ്പോഴേക്കും ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ ആവറേജിനേക്കാളും ഏതൊക്കെ മാർക്കുണ്ടോ അതും കൂടെ അടുത്ത ലൈനായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പം അതായത് ആദ്യം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് എക്സ്ട്രാ വരുന്ന 2-3 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ആദ്യത്തത് ഈ കാൽക്കുലേറ്റ് ചെയ്ത സമ്മിനെ നമ്മൾ ഈ എൻ്റർ ചെയ്ത് കൊടുത്ത ഈ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് ആവറേജിൻ്റെ വാല്യൂ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത 2-3 സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടി ഉപയോഗിച്ച് ഈ ആവറേജിനെക്കാളും ഹയർ വാല്യൂസ് ഏതാണെന്ന് വെച്ചാൽ ലിസ്റ്റ് ചെയ്യുന്നു. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് 1-2 സ്റ്റുഡൻസ് പറഞ്ഞായിരുന്നു, ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് അറേ എലമെൻറ്റ്സ് എൻ്റർ ചെയ്യുന്ന രീതി ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിന് സ്ട്രെസ് ചെയ്തായിരിക്കും നമ്മുടെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫോർ ലൂപ്പ് ഉപയോഗിച്ച് അറേയുടെ ഓരോ വാല്യൂസ് ആയിട്ട് എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അത് ഓരോ വാല്യൂസ് ആയിട്ട് എടുത്ത് പ്രോസസ്സ് ചെയ്യുന്നതെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒന്നും കൂടെ ഒന്ന് കാണാൻ പോകുന്നത്. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു സാമ്പിൾ പ്രോഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ്, ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനുള്ള പ്രോഗ്രാമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് പ്രോഗ്രാം ഇത്ര മാത്രമല്ല, ഇത്രയും കൂടെയുണ്ട്. ഇത്രയും പോർഷനാണ് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച അതേ കാര്യം. കഴിഞ്ഞ വീഡിയോയിലുള്ള ഏകദേശം അതേ കോഡ് തന്നെയാണ് ഇത്. ആകെ ഒരു എക്സ്ട്രാ വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കിവിടെ ആവറേജ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആവറേജ് ഓഫ് 6 സബ്ജക്ട്സ് ആർ 48 എന്ന് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഈ 48 എന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. ആ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഒരു ലൈൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതാണ് കഴിഞ്ഞ വീഡിയോയിലെ പ്രോഗ്രാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതും കൂടെ അഡീഷണൽ ആയിട്ട് ഇതിലുണ്ട്. അപ്പോൾ ഇവിടെ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സമ്മിനെ എൻ എന്ന വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എത്ര സബ്ജക്ട്സ് ഉണ്ടെന്ന് ചോദിക്കുന്ന ആ വാല്യൂ ആണ് എൻ എന്ന വേരിയബിളിലോട്ട് സേവ് ചെയ്യുന്നത്. ആ എന്നിൻ്റെ വാല്യൂ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. ആ ആവറേജിനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ദ ആവറേജ് ഓഫ് പെർസെൻറ്റേജ് ഡി. ഈ പെർസെൻറ്റേജ് ഡി എന്ന് പറയുന്ന ടേമിൻ്റെ അവിടെ നമ്മൾ എത്ര എന്നിൻ്റെ വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, എത്ര വാല്യൂസ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു, എത്ര സബ്ജക്ട്സ് ഒന്ന് എൻ്റർ ചെയ്തു, ആ വാല്യൂ ഇവിടെ പെർസെൻറ്റേജ് ഡിയിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് സബ്ജക്ട്സ് ആർ എന്ന് പറഞ്ഞ് അടുത്തൊരു പെർസെൻറ്റേജ് ഡിയും കൂടെ കൊടുക്കുന്നു. ഈ പെർസെൻറ്റേജ് ഡിയുടെ സ്ഥാനത്ത് ആവറേജ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ എൻ എന്നും ആവറേജ് എന്നും കൊടുത്തത്. ആദ്യത്തെ പെർസെൻറ്റേജ് ഡി എന്ന ടേമിൻ്റെ അവിടെ എൻ എന്ന വാല്യൂ വരും. രണ്ടാമത്തെ പെർസെൻറ്റേജ് ഡിയുടെ അവിടെ ആവറേജ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെയാണ് ഈ ലൈന് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻ്റെ കോഡാണ് ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത്. ഈ പോർഷൻ വരുന്നത് അടുത്ത സ്ലൈഡിലായിരിക്കും. അത് നമുക്ക് അപ്പം കാണാം. അപ്പം ഇവിടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ആദ്യം ഹാഷ് ഇൻക്ലൂഡ് stdio.h സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്തു. അടുത്ത ഇൻറ്റ് മെയിൻ കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ആദ്യം നമ്മൾ എക്സ് എന്ന പേരുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. അറേയുടെ സൈസ് ആയിട്ട് 50 ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നത്, നമ്മളിവിടെ എൻ്റർ നമ്പർ ഓഫ് സബ്ജക്ട്സ് എന്ന് ചോദിക്കുമ്പോൾ ഒരു വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് അപ് ടു 50 സബ്ജക്ട്സിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതായത് 50 സബ്ജക്ട്സിൻ്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറേ എന്ന നിലയ്ക്കാണ് ഇതിൻ്റെ സൈസ് 50 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തത്. ഒരു അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു സൈസും കൂടെ സെറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മളൊരു അപ്പർ വാല്യൂ ഒരു ഹയർ വാല്യൂ ഇട്ട് 50 എന്ന് ഒരു സൈസിലുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു.
ഈ 50 സബ്ജക്ട്സിൻ്റെയും വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കണം എന്നില്ല. എത്ര സബ്ജക്ട്സ് ഉണ്ടെന്ന് ചോദിക്കുന്നു അത്രയും എലമെൻറ്റ്സ് മാത്രം നമ്മൾ ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ എക്സ് എന്ന പേരിലൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, സൈസ് 50 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റീജർ അറേയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻറ്റീജർ n വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. എത്ര സബ്ജക്ട്സ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ സ്റ്റോർ ചെയ്യാനാണ് n എന്ന വേരിയബിൾ. പിന്നെ i എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അത് നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഉപയോഗിക്കാനായിട്ട് ഈ i എന്ന വേരിയബിൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പേഴ്സിന് അതിന് വേണ്ടിയാണ് ഈ i എന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ സം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സമ്മാണ്, എന്നാലേ ആവറേജ് കണ്ടുപിടിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ സം എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തു. പിന്നെ ആവറേജ് എന്ന് പറയുന്ന ഒരു വേരിയബിളും ക്രിയേറ്റ് ചെയ്തു. ഇനി ആദ്യം പ്രോഗ്രാം റൺ ചെയ്യപ്പം എൻ്റർ ദി നമ്പർ ഓഫ് സബ്ജക്ട്സ് എന്ന ടെക്സ്റ്റ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയാണ് പ്രിൻ്റ്എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചത്. പ്രിൻ്റ്എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് എന്ത് ടെക്സ്റ്റ് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ ദി നമ്പർ ഓഫ് സബ്ജക്ട്സ് എന്ന് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, സെമിക്കോളൻ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ടെക്സ്റ്റിൻ്റെ ഈ പോർഷൻ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അടുത്ത സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ഇൻപുട്ടിന് വേണ്ടിയാണ്. ഈ സ്കാൻഎഫ് ഫംഗ്ഷൻ എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് %d എന്ന് കൊടുക്കുന്നു. അതായത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ കർസർ വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ഇൻപുട്ടിന് വേണ്ടി, അതായത് യൂസറിൻ്റെ ഇൻപുട്ടിന് വേണ്ടി കർസർ വെയിറ്റ് ചെയ്യുന്നത് ഈ സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ്. അപ്പം കീബോർഡ് വഴി അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്, അത് റെപ്രസെൻറ്റ് ചെയ്യാനാണ് %d എന്ന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ സമയത്ത് ഒരു ഇൻറ്റീജർ വാല്യൂ, ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ആ വാല്യൂവിനെ n എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മൾ 6 എന്ന വാല്യൂ എൻ്റർ ചെയ്യുന്നു, അതിനെ n എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. നമുക്ക് അടുത്ത ഡിസ്പ്ലേ ചെയ്യേണ്ടത് എൻ്റർ ദി മാർക്സ് ഓഫ് ആൾ 6 സബ്ജക്ട്സ്. നമ്മളിവിടെ എന്ത് വാല്യൂ ആണോ എൻ്റർ ചെയ്തത് ആ വാല്യൂ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുകയും കൂടെ ചെയ്യണം. എൻ്റർ ദി മാർക്സ് ഓഫ് ആൾ 6 സബ്ജക്ട്സ് എന്ന ടെക്സ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി പ്രിൻ്റ്എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നു. അതിൽ എൻ്റർ ദി മാർക്സ് ഓഫ് ആൾ %d സബ്ജക്ട്സ് എന്ന് കൊടുക്കുന്നു. ഈ %d എന്ന് പറയുന്ന ആ ടേമിൻ്റെ സ്ഥാനത്ത് n എന്ന വേരിയബിളിൻ്റെ വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിനുവേണ്ടി ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. എന്നിട്ട് അടുത്തത് ഒരു ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിൻ്റെ ആദ്യത്തെ ലൈൻ, കണ്ടീഷനുള്ള ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഫോർ ലൂപ്പിൻ്റെ അകത്ത് i = 0 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ i = 0, i എന്ന വേരിയബിളിൻ്റെ വാല്യൂ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. എന്നിട്ട് iയുടെ വാല്യൂ n ആയിട്ട് കമ്പയർ ചെയ്യുന്നു. എപ്പോഴും n ആണെങ്കിൽ മാത്രമേ ഈ ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. ഇവിടെ n എന്ന് പറയുന്നത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ ആയിരിക്കും. ആദ്യം എക്സിക്യൂട്ട് ചെയ്യണ ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ട്രൂ ആയിരിക്കും. അതിൻ്റെ താഴെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്കാൻഎഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതായത് ഇൻപുട്ടിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴായിരിക്കും അത് നമ്മൾ ഇവിടെ കർസർ വെയിറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഈ വെയിറ്റ് ചെയ്യുന്നത് %d, അതായത് ഇൻറ്റീജർ വാല്യൂ തന്നെയായിരിക്കും. നമ്മൾ %d കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വാല്യൂ എന്ത് ഇൻറ്റീജർ വാല്യൂ ആണോ ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുന്നത് ആ വാല്യൂവിനെ xi, അത് i റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പറിനെയാണ്, ഈ അറേയുടെ ഇൻഡെക്സ് നമ്പറിനെയാണ് ഈ i എന്ന സംഭവം, i എന്ന വേരിയബിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ %d എന്ന സ്കാൻഎഫിൽ കൊടുക്കുന്നു, അതായത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ആ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ x എന്ന അറേയിലെ i എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 6 സബ്ജക്ട്സിൻ്റെ മാർക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഈ എൻ്റർ ചെയ്യുന്ന മാർക്സ് എല്ലാം കൂടി ഒരു അറേയിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓരോ ഇൻഡിവിജ്വൽ വേരിയബിൾസിൽ ക്രിയേറ്റ് ചെയ്ത ആ വേരിയബിൾസിലോട്ടല്ല നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന 6 സബ്ജക്ട്സിൻ്റെ മാർക്ക് സേവ് ആവുന്നത്. പകരം ഒരു അറേയാണ് ക്രിയേറ്റ് ചെയ്തത്. ആ അറേയിലോട്ടാണ് ഈ 6, ഇവിടെ ഈ കേസിലാണ് 6 എലമെൻറ്റ്സ് ഉണ്ട്, 6 സബ്ജക്റ്റിൻ്റെ വാല്യൂസ് ഉണ്ട്, 6 സബ്ജക്റ്റിൻ്റെ മാർക്കുണ്ട്. ഈ മാർക്സ് എല്ലാം കൂടി സ്റ്റോർ ആവുന്നത് ഒരു സിംഗിൾ അറേയിലാണ്. ഈ അറേയിലുള്ള ഓരോ ഇൻഡെക്സ് പൊസിഷനിലോട്ടാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന മാർക്കുകൾ സ്റ്റോർ ചെയ്യുന്നത്. ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുമ്പോൾ 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ 6 സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ആ അറേയുടെ 0 to 5 ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ 6 സബ്ജക്ട്സ് എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു, അതായത് 6 വാല്യൂസ് സ്റ്റോർ ചെയ്യണം. 6 വാല്യൂസ് സ്റ്റോർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ അറേയുടെ 0 to 5 വരെയുള്ള ഇൻഡെക്സ് പൊസിഷനിലോട്ടാണ് 1 by 1 ആയിട്ട് ആദ്യം സ്റ്റോർ ചെയ്യുന്ന 0 എന്ന ഇൻഡെക്സ് പൊസിഷനിലായിരിക്കും, രണ്ടാമത്തെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന 1 എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും, മൂന്നാമത്തെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന 2 എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും, നാലാമത്തെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന 3 എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും. അങ്ങനെ 0 to 5 ഇൻഡെക്സ് പൊസിഷനിലോട്ടുള്ള 6 വാല്യൂസ് ആയിട്ടായിരിക്കും
നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് സ്റ്റോർ ആവുന്നത്. അതായത് ഓരോ തവണയും നമ്മൾ എൻ്റർ പ്രസ് ചെയ്ത് അടുത്ത വാല്യൂസ് എൻ്റർ ചെയ്യുമ്പോഴേക്കും ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യണം. ആദ്യം ഐയുടെ വാല്യൂ 0 ആയിരുന്നു, അടുത്ത വാല്യൂ എൻ്റർ ചെയ്യാനായിട്ട് ഐയുടെ വാല്യൂ 1 ആവണം, അടുത്ത വാല്യൂ എൻ്റർ ചെയ്യാനായിട്ട് ഐയുടെ വാല്യൂ 2 ആവണം, എന്നാലേ ആ പർട്ടിക്കുലർ ഇൻ്റർ പൊസിഷനിലോട്ട് സ്റ്റോർ ആവുകയുള്ളൂ. അതായത് ഐയുടെ വാല്യൂ 0 to 5 വരെ വേരി ചെയ്യണം. അതായത് ഇവിടുത്തെ കേസിൽ ഇവിടെ നമുക്ക് 6 വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. അതായത് ഇൻഡെക്സ് നമ്പർ 0 to 5. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ 0 to 5 വരെ വേരി ചെയ്യണം. 1 by 1 ഓരോ യൂണിറ്റ് ആയിട്ട് ഐയുടെ വാല്യൂ, അതായത് ഇൻഡെക്സ് പൊസിഷൻ്റെ വാല്യൂ 0 മുതൽ 5 വരെ വേരി ചെയ്യണം. അങ്ങനെ 0, 1, 2, 3, 4, 5 എന്ന് വേരി ചെയ്യാൻ വേണ്ടിയാണ്, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഈ ഫോർ ലൂപ്പിലാണ് ഓരോ ഐയുടെ വാല്യൂ ഓരോ വാല്യൂസ് ആയിട്ട് ഇൻക്രിമെൻ്റ് ആയി ആദ്യം ഐയുടെ വാല്യൂ 0 ആയിരിക്കും, അത് കഴിഞ്ഞ് ഐയുടെ വാല്യൂ 1 ആവുന്നു, 2 ആവുന്നു, 3 ആവുന്നു, 4 ആവുന്നു. അങ്ങനെ ഓരോ പർട്ടിക്കുലർ ഇൻഡെക്സ് പൊസിഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഈ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്തതനുസരിച്ച് ആ ഐയുടെ വാല്യൂ ആണ് ഈ അറയുടെ ഇൻഡെക്സ് പൊസിഷനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്ന നമ്പർ ഈ പർട്ടിക്കുലർ ഐയുടെ വാല്യൂ, അതായത് ഏത് ഇൻഡെക്സ് പൊസിഷനിലാണോ ആ പൊസിഷനിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആദ്യം എൻ്റർ ചെയ്യുമ്പോൾ സംഭവം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ 30 എന്ന വാല്യൂ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ആ 30 എന്ന വാല്യൂ സ്റ്റോർ ആവുന്നത് 0 എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും. കാരണം ആദ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആണല്ലോ, 0 എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ആവുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് ഈ ഫോർ ലൂപ്പിലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലോട്ട് വരുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാനാണ്. അപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പം 0 ആയിരുന്നു, അതിനെ ഇൻക്രിമെന്റ് ചെയ്ത് 1 ആക്കുന്നു. എന്നിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇവിടെ എന്നിന്റെ വാല്യൂ 6 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഐയുടെ വാല്യൂ 1 ആണല്ലോ, ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. വീണ്ടും സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോഴാണ് വീണ്ടും ആ കഴ്സർ വെയിറ്റ് ചെയ്യുന്നത് അടുത്ത വാല്യൂ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. ആ സമയത്താണ് നമ്മൾ 50 എന്ന വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതും ആ 50 എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ നമ്പർ xi എന്ന് പറയുന്ന പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ 1 ആണ്. അതായത് സ്റ്റോർ ചെയ്യുന്ന 1 എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും ഈ 50 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും അത് ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 1 എന്നത് 2 ആവുന്നു. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ ആവും. വീണ്ടും താഴോട്ട് വന്ന് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ സമയത്ത് ഒരു ഇൻഡിവിജ്വൽ വാല്യൂ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 37 എന്ന വാല്യൂ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഈ 37 എന്ന വാല്യൂ xi എന്ന് പറയുന്ന ആ അറേ പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ ഐയുടെ വാല്യൂ ഇവിടെ 2 ആയിരിക്കും. ആ സമയത്ത് നമ്മളിവിടെ ഇൻക്രിമെന്റ് 2 ആക്കിയല്ലോ, ഐയുടെ വാല്യൂ 2 ആയിരിക്കും. ആ 2 എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും 37 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. വീണ്ടും ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 3 ആക്കുന്നു. അങ്ങനെ ഈ ഫോർ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് 6 സബ്ജക്റ്റിന്റെ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. അതായത് ഇൻഡെക്സ് നമ്പേഴ്സ് 0 to 5 വരെയുള്ള പൊസിഷനിലോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഇൻഡെക്സ് നമ്പർ 6 എന്ന് പറയുന്ന ഒരു പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യാൻ പാടില്ല. ആണ് ഇൻഡെക്സ് നമ്പർ 6 എന്ന് പറഞ്ഞാൽ 7ാമത്തെ വാല്യൂ ആണ്. ഇവിടെ 7ാമത്തെ വാല്യൂ ഇല്ല, 6 സബ്ജക്റ്റിന്റെ മാർക്ക് മാത്രം എൻ്റർ ചെയ്താൽ മതി. അതുകൊണ്ട് 7ാമതൊരു നമ്പർ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് നമ്പർ 0 to 5 വരെ ആവാൻ പാടുള്ളൂ. ഇൻഡെക്സ് നമ്പർ 6ലോട്ട് ആവാൻ പാടില്ല. അവിടെ വെച്ച് 6ലോട്ട് ആയാൽ അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ പാടില്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ i<n എന്ന് കൊടുത്തത്. ഇവിടെ എപ്പോഴാണോ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 6 ആയത്, ഇവിടെ നിന്ന് 5 കഴിഞ്ഞിട്ട് ഇവിടെ എത്തപ്പോഴേക്കും ഇൻക്രിമെന്റ് ചെയ്ത് 6 ആവും. 6 ആവുന്നത് ഇവിടെ വെച്ച് ചെക്ക് ചെയ്യുന്നു, i<n എന്ന് ചെക്ക് ചെയ്യുന്നു. എപ്പോഴാണോ ഈ ഐയുടെ വാല്യൂ എന്നിനെക്കാളും കുറഞ്ഞിരിക്കുന്നത് അപ്പോൾ മാത്രമേ സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതായത് അപ്പോൾ മാത്രമേ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുകയുള്ളൂ. ഐയുടെ വാല്യൂ എപ്പോഴും എന്നിനെക്കാളും കുറഞ്ഞിരിക്കണം. ഇവിടെ എന്നിന്റെ വാല്യൂ 6ഉം ഐയുടെ വാല്യൂ മാക്സിമം 5 ആണ്. അറിയാലോ, ഇൻഡെക്സ് നമ്പർ 0 to 5 ആണ്. 6 നമ്പേഴ്സിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇൻഡെക്സ് നമ്പർ 0 to 5 ആണ് വരേണ്ടത്. അപ്പോൾ ഐയുടെ വാല്യൂ മാക്സിമം 5 വരെ വരാവും. അതായത് എപ്പോഴും n ആയിരിക്കണം. എപ്പോഴാണോ ഈക്വൽ ടു n ആവുന്നത് അവിടെ വെച്ച് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. പിന്നെ ഈ സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതായത് ഇവിടെ ഇൻഡെക്സ് പൊസിഷൻ ഈ ഇൻഡെക്സ് നമ്പർ 5ൽ നിന്ന് ഇൻക്രിമെന്റ് ചെയ്ത് 6 ആവുന്നു. 6 ആയതിനു ശേഷം ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ കണ്ടീഷൻ ആ സമയത്ത് ഫാൾസ് ആവണം. അങ്ങനെ ഫാൾസ് ആവാൻ വേണ്ടിയാണ് i<n എന്ന് ഇവിടെ കൊടുത്തിരുന്നത്. നമ്മൾ i<n ആണ് കൊടുത്തിരുന്നെങ്കിൽ 6 എന്ന ഇൻഡെക്സ് പൊസിഷനിൽ വെച്ച് ഈ സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തേനെ. അങ്ങനെയാണ് 7ാമത്തെ ഒരു വാല്യൂയും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് കമ്പ്യൂട്ടർ ചോദിച്ചേനെ. പക്ഷെ അങ്ങനെ വരാൻ പാടില്ല. നമുക്ക് ഇവിടെ 6 സബ്ജക്ട്സിന്റെ മാർക്ക് മാത്രം എൻ്റർ ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ടാണ് i<n എന്ന് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തത്. അപ്പോൾ i<n എന്ന് ഇവിടെ കൊടുക്കുന്നു. ഈ സമയത്ത് ഐയുടെ വാല്യൂ 6 ആണ് എങ്കിൽ ഈ കണ്ടീഷന്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. പിന്നെ ഈ സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു.
പിന്നെ വീണ്ടും അടുത്ത ഫോർ ലൂപ്പ് വീണ്ടും ഒരു ഫോർ ലൂപ്പാണ് റൺ ചെയ്യുന്നത്. ഇവിടെ വെച്ച് ഐയുടെ വാല്യൂ പിന്നെയും 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. എന്നിട്ട് ഐയുടെ വാല്യൂ ചെക്ക് ചെയ്യുന്നു. എന്നിൻ്റെ വാല്യൂ അപ്പോൾ മാറ്റമൊന്നുമില്ല, 6 തന്നെയാണ് ഇവിടെ. എന്നിൻ്റെ വാല്യൂ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആയിരിക്കും. ഐയുടെ വാല്യൂ ആദ്യം 0 തന്നെയാണല്ലോ, അതുകൊണ്ട് ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. ഇവിടെ ഈ അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇതിൻ്റെ അകത്തുള്ള ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള ഈ അകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ സ്റ്റേറ്റ്മെന്റ് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് അറയിലോട്ട് സ്റ്റോർ ചെയ്ത് കൊടുത്ത ഓരോ നമ്പേഴ്സിനെ ഇൻഡിവിജ്വലായിട്ട് സെലക്ട് ചെയ്ത് സമ്മിലോട്ട് ആഡ് ചെയ്ത് ഫൈനൽ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ഇതും ഇവിടെ നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടുത്തെ അതേ ലോജിക്ക് തന്നെയാണ്. ഐ എന്ന് പറയുന്നത്, അതായത് അറയുടെ ഓരോ ഇൻഡെക്സ് നമ്പേഴ്സ് ആയിട്ട് ഓരോ ഇൻഡെക്സ് പൊസിഷൻസ് ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സം ഈക്വൽ ടു സം പ്ലസ് എക്സ് ഐ എന്ന് കൊടുത്തിട്ടുണ്ട്. ആദ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സമ്മിൻ്റെ വാല്യൂ 0 ആണ്. നമ്മളുടെ സമ്മിൻ്റെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഫോർ ലൂപ്പ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പം ആദ്യം ഇത് ട്രൂ ആവുന്നു. ആ സമയത്ത് ഈ സ്റ്റേറ്റ്മെന്റ് ആദ്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ സമയത്ത് സമ്മിൻ്റെ വാല്യൂ 0 ആയിരിക്കുന്നു. അതിൻ്റെ കൂടെ എക്സ് ഐ എന്ന് പറയുന്ന ആ വാല്യൂയും കൂടെ ആഡ് ചെയ്യും. ഇവിടെ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പം എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 0 ആണ്. അതായത് ഇൻഡെക്സ് പൊസിഷൻ 0. എക്സ് എന്ന് പറയുന്ന അറയിൽ ഇൻഡെക്സ് പൊസിഷൻ 0യിലുള്ള വാല്യൂ എന്താണ്, അതാണ് ഈ സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. ഇവിടെ സമ്മ് 0യും ഇൻഡെക്സ് പൊസിഷനിൽ 0 എന്ന ഇൻഡെക്സ് പൊസിഷൻ 0 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് 30യുമാണ്. അപ്പോൾ ഈ 30യെ 0 എന്ന സം എന്ന വാല്യൂയിലോട്ട് ആഡ് ചെയ്യുമ്പോഴേക്കും 30 എന്ന് കിട്ടുന്നു. ആ 30യെ ഈ സം എന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നു. അതാണ് സം ഈക്വൽ ടു സം പ്ലസ് എക്സ് ഐ എന്ന് പറയുന്നത്. എക്സ് ഐയുടെ വാല്യൂ 0, എക്സ് ഐയുടെ വാല്യൂ 30, ഐയുടെ വാല്യൂ 0 ആയതുകൊണ്ട് ആദ്യത്തെ വാല്യൂ ആണ് ഇൻഡെക്സ് പൊസിഷൻ 0 റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 30 എന്ന വാല്യൂ സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ആൻസർ 30 എന്ന് കിട്ടുന്നു. ആ 30 എന്ന വാല്യൂവിനെ സമ്മിലോട്ട് അസൈൻ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ സമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 30 ആണ്. ഇനി വീണ്ടും തിരിച്ച് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. 0 എന്നത് ഇൻക്രിമെന്റ് ചെയ്ത് 1 ആക്കുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ട്രൂ ആവും. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. വീണ്ടും സം ഈക്വൽ ടു എക്സ് ഐ എന്ന് കൊടുക്കുന്നു. ഇവിടെ സം എന്ന് പറഞ്ഞാൽ 30യും ഈ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 1 ആണ്. അതായത് ഇൻഡെക്സ് പൊസിഷൻ 1ലുള്ള വാല്യൂ സം എന്ന വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇൻഡെക്സ് പൊസിഷൻ 1ൽ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 50 ആണ്. ഈ 50യെ ഈ സം 30 എന്ന ആ 30യുടെ കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും 80 എന്ന ആൻസർ കിട്ടുന്നു. ആ 80 എന്ന വാല്യൂ ഈ സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് തന്നെ അസൈൻ ചെയ്യുന്നു. പിന്നെയും ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 2 ആവുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ ആണ്. ഉടനെ ഈ സം എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. സം ഈക്വൽ എക്സ് പ്ലസ് ഐ. ഇവിടെ സം എന്ന് പറഞ്ഞാൽ 80 ആണ്. അതിൻ്റെ കൂടെ ഈ ഇൻഡെക്സ് നമ്പർ 2ൽ വരുന്ന ഇൻഡെക്സ് പൊസിഷൻ 2ന് വരുന്ന ആ വാല്യൂയും കൂടെ സമ്മിലേക്ക് ആഡ് ചെയ്യുക. ഇൻഡെക്സ് പൊസിഷൻ വരുന്ന 37 എന്ന വാല്യൂ ആണ്. അതിനെ 80 എന്ന വാല്യൂയിലോട്ട് ആഡ് ചെയ്ത് റിസൾട്ട് എടുക്കുന്നു. ആ റിസൾട്ടിനെ സം എന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നു, അതായത് സ്റ്റോർ ചെയ്യുന്നു. അതിങ്ങനെ ഈ ഫോർ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ഇൻഡെക്സ് പൊസിഷനിലുള്ള വാല്യൂസും ആ പർട്ടിക്കുലർ പ്രീവിയസ് സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്ത് പുതിയ സമ്മ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്തപ്പോഴേക്കും ഈ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 6 ആവുന്നു. 6 ആയെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഇൻഡെക്സ് പൊസിഷൻ 6ൽ വാല്യൂ ഒന്നും സ്റ്റോർ ചെയ്തിട്ടില്ല. ഇവിടെ 40 എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പർ 5ൽ വരുന്ന വാല്യൂ ആണ്. ഇൻഡെക്സ് പൊസിഷൻ 6ൽ വാല്യൂസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ സെയിം ലോജിക്ക് തന്നെ ഐ ലെസ് ദാൻ എൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എന്നിൻ്റെ വാല്യൂ ഐയുടെ വാല്യൂ എപ്പോഴും എന്നേക്കാളും കുറഞ്ഞിരിക്കണം. അതായത് അപ് ടു 5 വരെ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ തന്നെയായിരിക്കും. ഐയുടെ വാല്യൂ 5 വരുന്നത് വരെ ട്രൂ തന്നെയായിരിക്കും. എപ്പോഴാണോ 6 ആവുന്നത് അവിടെ വെച്ച് ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നു. പിന്നെ ഈ സം എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അത് സ്കിപ്പ് ചെയ്ത് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റിലോട്ട് പോകുന്നു. അത് ബാക്കിയുള്ള അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് കണ്ടുപിടിക്കാനുള്ള പ്രീവിയസ് സം ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്ന സം എത്രയാണോ ആ വാല്യൂവിനെ, ഈ കേസിനാണെങ്കിൽ സം എന്ന വാല്യൂ എത്രയാണോ അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. n എന്ന് പറയുന്നത് 6 ആണ്. അത് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ആവറേജ് എന്ന വാല്യൂ കിട്ടുന്നു. ആ ആവറേജ് എന്ന വാല്യൂവിനെ ഈ printf എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമ്മൾ ഈ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്തെടുക്കുന്നു. ഇവിടെ 6 സബ്ജക്ട്സിന് ഇവിടെ %d എന്നും കൊടുക്കും. ആവറേജ് എത്രയാണോ അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ 48ന്റെ പൊസിഷനിലും %d കൊടുക്കും. എന്നിട്ട് എന്നും ആവറേജ് റെപ്രസെന്റ് ചെയ്യുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ഇൻഡെക്സ് പൊസിഷനിലോട്ടും വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതും ആ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസിനെ ഓരോന്നായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഈ ഫോർ ലൂപ്പ് എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചാണ്. അപ്പം നമുക്കിവിടെ ആവറേജ് ഓഫ് 6 സബ്ജക്ട്സ് ആർ 48 എന്ന ആ സ്റ്റേറ്റ്മെന്റ് വരെ പ്രിന്റ് ചെയ്തു. ഇനി അടുത്തതാണ് മാർക്സ് ഹയർ ദാൻ ആവറേജ് എന്നും പറഞ്ഞ് നമുക്ക് ഈ ഒരു ലൈൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തെടുക്കേണ്ടത്. അതിനുവേണ്ടി വീണ്ടും ഒരു ഫോർ ലൂപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ മാർക്സ് ഹയർ ദാൻ ആവറേജ് എന്ന ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി printf എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നു. ഇവിടെ മാർക്സ് ഹയർ ദാൻ ആവറേജ് എന്ന് വരെ എഴുതി നിർത്തിയിട്ടുണ്ട്. ഇനി ബാക്കി ഇത്രയും വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യണം.
അതിന് വേണ്ടിയാണ് ഈ ഫോർ ലൂപ്പും പിന്നെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ എന്നിട്ട് ഡബിൾ കോഴ്സിൻ്റെ അകത്ത് %ഡിയും \t യും കൊടുത്തിട്ടുണ്ട്. ഈ %d അവിടെയാണ് ഈ 50 എന്ന ആ വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്തത്. \t എന്ന് പറഞ്ഞാൽ ടാബ് അത്രയും സ്പേസ് ക്രിയേറ്റ് ചെയ്യാനാണ് ഈ \t എന്ന ടേം കൊടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയാണ് ഇത്രയും സ്പേസും ഇവിടെ ക്രിയേറ്റ് ആവുന്നത്. ഇതിങ്ങനെ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇവിടെ ഇപ്പം മൂന്ന് തവണ എക്സിക്യൂട്ട് ചെയ്യപ്പോഴാണ് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ആദ്യം 50യും ഈ സ്പേസും കൂടെ ഡിസ്പ്ലേ ചെയ്യും, പിന്നെ ഈ 65യും ഈ സ്പേസും കൂടെ ഡിസ്പ്ലേ ചെയ്യും, മൂന്നാമത്തെ റൗണ്ടിൽ ഈ 70 പിന്നെ കുറച്ച് സ്പേസും കൂടെ, ഞാൻ ഈ സ്പേസ് ഇവിടെ കാണിച്ചില്ല എന്നേ ഉള്ളൂ, സ്പേസും കൂടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പം ഇങ്ങനെ 3 തവണയാണ് ഈ പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? എപ്പോഴാണോ ആവറേജിനെക്കാളും ഈ വാല്യൂസ് കൂടുന്നത് ആ സമയത്ത് മാത്രമേ ഈ പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റിൽ %d \t എന്ന് കൊടുത്തിട്ട് എന്താണോ അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതിന് വേണ്ടി നമ്മളിവിടെ അറേയുടെ വാല്യൂ ആണ്, അറേയുടെ പേരാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്, അറേയുടെ ടൈം. ഈ അറേയുടെ നെയിം കൊടുത്തിട്ട് ഈ സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് i എന്ന ഇൻഡെക്സ് പൊസിഷൻ, ആ ഇൻഡെക്സ് നമ്പറാണ് ഡിസ്പ്ലേ ചെയ്തത്. എപ്പോഴാണോ ഈ വാല്യൂസ് ആവറേജിനെക്കാളും കൂടുന്നത് ആ പർട്ടിക്കുലർ ഇൻഡെക്സ് പൊസിഷനിലുള്ള വാല്യൂ വേണം നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. അതിനു വേണ്ടിയാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന സംഭവം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡെക്സ് പൊസിഷനിലുള്ള വാല്യൂസും ആവറേജ് എന്ന് പറയുന്ന ഈ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. xi ഗ്രേറ്റർ ദാൻ ആവറേജ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. xi എന്ന് പറയുന്ന ഓരോ ഇൻഡെക്സ് പൊസിഷനിലും വരുന്ന ഈ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂസ് ആണ്. ഈ xi എന്നും പറഞ്ഞ് ഓരോ വാല്യൂസ് ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. മുമ്പ് പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. ആദ്യം ഐയുടെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് i ലെസ് ദാൻ n എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതെപ്പോഴും ആദ്യം റൺ ചെയ്യുമ്പോൾ അത് ട്രൂ ആയിരിക്കും. അത് നേരെ ഇഫ് സ്റ്റേറ്റ്മെന്റ് അകത്ത്, ഈ ഫോർ ലൂപ്പിന്റെ അകത്താണ് ഇഫ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ചെക്ക് ചെയ്യുന്നത് ആ ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന വാല്യൂ ആവറേജിനെക്കാളും കൂടുതലാണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. കൂടുതലാണ് എങ്കിൽ മാത്രമേ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുകയും ഇഫ് സ്റ്റേറ്റ്മെന്റ് അകത്തുള്ള പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ആദ്യം 30 എന്ന വാല്യൂ ആണ് ഇൻഡെക്സ് പൊസിഷൻ 0യിൽ ഉള്ളത്. ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 0 ആണല്ലോ. അപ്പോൾ ഇവിടെ വേണം 30 എന്ന വാല്യൂ ആവറേജ് എന്ന 48 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫാൾസ് ആയിരിക്കും. കാരണം 30 48നെക്കാളും കുറവാണല്ലോ, കൂടുതലല്ല. അപ്പം അതുകൊണ്ട് ഈ ഇഫ് സ്റ്റേറ്റ്മെന്റ് അകത്തുള്ള ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്കിപ്പ് ചെയ്യും. അത് ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 0 എന്നത് 1 ആക്കുന്നു, എന്നിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ ആവും. പിന്നെ ഇഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഐയുടെ വാല്യൂ 1 ആണ്. അതായത് ഇൻഡെക്സ് പൊസിഷൻ 1ൽ വരുന്ന വാല്യൂവും ആവറേജുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇവിടെ 50 ആണ് ആ വാല്യൂ എന്ന് പറയുന്നത്. ആ 50 എന്ന വാല്യൂ ആവറേജ് എന്ന 48നെക്കാളും വലുതാണ്. അതായത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവും. ട്രൂ ആവുമ്പോഴത്തേക്കും അതിൻ്റെ ഇഫ് സ്റ്റേറ്റ്മെന്റ് കൂടെയുള്ള പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ %d ഡിസ്പ്ലേ ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് ടാബിൻ്റെ സ്പേസും കൂടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഈ %d എന്ന് പറയുന്ന ടൈമിൻ്റെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ പർട്ടിക്കുലർ ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന അറേ വാല്യൂ ആണ്. ഇവിടെ അറേ വാല്യൂ എന്ന് പറഞ്ഞാൽ 50 ആണ്. ഐയുടെ വാല്യൂ 1 ആയതുകൊണ്ട് 50 എന്ന ടേം ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെയും ഈ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 1 എന്നത് 2 ആവുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ അത് ട്രൂ ആണ്. നേരെ ഇഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഐയുടെ വാല്യൂ 2 ആവുമ്പോൾ ഇതിൻ്റെ പൊസിഷൻ 2ൽ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 37 ആണ്. 37 ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ 48നെക്കാളും കുറവായതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അതുകൊണ്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് ഈ പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തില്ല, പകരം ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 3 ആക്കും. ഈ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 3 ആക്കി കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഇവിടെ ഇഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഇൻഡെക്സ് പൊസിഷൻ 3ൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 65 ആണ്. വീണ്ടും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 65 ആണ് വലുതെന്ന് കാണുന്നു. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ്. അതിൻ്റെ കൂടെയുള്ള പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ 65 ഐയുടെ വാല്യൂ 3 ആ വാല്യൂ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്, %d യുടെ സ്ഥാനത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ 65 എന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ കൂടെ \t എന്ന ആ സംഭവം കൂടെ ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് വീണ്ടും ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 70 എന്ന ടേമും കൂടെ ഡിസ്പ്ലേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് എപ്പോഴാണോ ഐയുടെ വാല്യൂ 6 ആവുന്നത് അവിടെ വെച്ച് ഈ ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ആവും. കാരണം ഐയുടെ വാല്യൂ 6 എന്ന് പറയുമ്പോൾ 7ാമത്തെ വാല്യൂ ആണ്. ഇവിടെ 7ാമത്തെ വാല്യൂ ഇല്ല, 6 വാല്യൂ വരെ ഉള്ളൂ. അതുകൊണ്ട് ഐയുടെ വാല്യൂ എപ്പോഴാണോ 6 ആവുന്നത് അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ ഇഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, പ്രിന്റ് എഫും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. നേരെ റിട്ടേൺ 0 എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതോടെ പ്രോഗ്രാം സ്റ്റോപ്പ് ആവും. ഇപ്പോഴാണ് ഇത്രയും ഈ 3 വാല്യൂസ്, അതായത് ഈ ലൈൻ ഓഫ് സ്റ്റേറ്റ്മെന്റും കൂടെ എക്സിക്യൂട്ട് ചെയ്ത് എടുക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് പ്രോഗ്രാം ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുകയും ആവറേജിനെക്കാളും ഹയർ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണോ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനും സാധിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ഈ ഫോർ ലൂപ്പാണ്. ഐയുടെ വാല്യൂ ഇൻഡെക്സ് നമ്പേഴ്സിനെ ഓരോന്നായിട്ട് ഇൻഡിവിജ്വലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു ഫോർ ലൂപ്പ് എന്ന കൺസെപ്റ്റിലാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ്സ് അതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. മിക്കവാറും കേസസിൽ ഇതേ സംഭവം തന്നെയായിരിക്കും റീയൂസ് ചെയ്യേണ്ടി വരുന്നത്. i = 0, i <n, പിന്നെ ++i ഇതേ സംഭവം തന്നെയായിരിക്കും മിക്കവാറും കേസസിൽ നിങ്ങൾക്ക് റീയൂസ് ചെയ്യേണ്ടി തന്നെ വരുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എപ്പോഴും ഇതേപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ആവറേജ് മാർക്സിൻ്റെ ആവറേജും അതിൻ്റെ കൂടെ ആവറേജിനെക്കാളും ഹയർ ആയിട്ടുള്ള മാർക്സ് ഡിസ്പ്ലേ ചെയ്യേണ്ട പ്രോഗ്രാം എന്ന് പറയാം. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു സാമ്പിൾ പ്രോഗ്രാം തന്നെ നമുക്ക് നോക്കാം. താങ്ക് യു.